നമ്മൾ ആൾക്കാരെ പൾസ് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് യൂട്യൂബിൽ നിലവിൽ ട്രെൻഡിങ് ഉള്ള ഓപ്ഷൻ ഏതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഹായ് ഗൈസ്, അങ്ങനെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ വീഡിയോസിന് വ്യൂസ് കിട്ടുന്നില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ വ്യൂസ് കുറച്ച് പോയിട്ട് പകുതി വെച്ച് സ്റ്റക്കപ്പ് ആവുകയാണ്, പിന്നെ അങ്ങോട്ട് ഫ്രീസ് ആവുകയാണ്, ഫർദർ വ്യൂസ് പോകുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ കാരണം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളോ ഇല്ല, പുതിയൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം നേരിടാൻ സാധ്യത ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ടോപ്പിക്കിൽ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ആൾക്കാരെ പൾസ് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് യൂട്യൂബിൽ നിലവിൽ ട്രെൻഡിങ് ഉള്ള ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത് അറിഞ്ഞതിന് ശേഷം അതിന് മുഖാന്തരമായി അതിനെ സംബന്ധിച്ചിടത്തോളമായിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചുകൂടി വൈഡർ ഓഡിയൻസിന് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളിപ്പോൾ തുടക്കക്കാരനാണ്. അപ്പോൾ നിങ്ങൾക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിൽ ഈ ഒരു ടൂൾ വഴി നിങ്ങൾക്ക് കുറച്ചുകൂടി വൈഡർ ഓഡിയൻസിന് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റും. ആ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് പേജിനെ ഓപ്പൺ ചെയ്ത് തരാം. അതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ആ ഓപ്ഷൻ നിങ്ങൾ നോക്കിയിട്ട് അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ വൈഡർ റീച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ യൂട്യൂബ് ചാനലിലോട്ട്. ഫസ്റ്റ് തന്നെ എൻ്റെ പേജിനോട് ഓപ്പൺ ചെയ്യാം. നമ്മൾ യൂട്യൂബ് പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും ലെഫ്റ്റിൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് ഈ കോമ്പസ് പോലത്തെ ഒരു സിമ്പിൾ വേണം. ആ കോമ്പസ് പോലത്തെ സിമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ ട്രെൻഡിങ് എന്നൊരു ഓപ്ഷൻ കാണും. ആ ട്രെൻഡിങ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേറൊരു പേജ് ഓപ്പൺ ആവും. അതിനകത്ത് നിങ്ങൾക്ക് മ്യൂസിക് ആയാലും മൂവീസ് ആയാലും ഗെയിംസിങ് ആയാലും ഏതാണ് ഇപ്പോഴത്തെ നിലവിൽ യൂട്യൂബ് ട്രെൻഡിങ് ആയിട്ട് ഓടുന്നത് അത് നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അതിനകത്ത് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫിലിംസൊക്കെ ആകുമ്പം ചിലപ്പോൾ മൂവി ട്രെയിലറും കാര്യങ്ങളൊക്കെ ആയിരിക്കും ട്രെൻഡിങ് ആയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ മൂവി റിലേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിന് ട്രെയിലർ റിയാക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ യൂട്യൂബ് ചാനലിനകത്ത് ഈ പറയുന്ന ട്രെയിലറിനകത്ത് കയറിയിട്ട് അതിനകത്ത് താഴെ റിമിക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ റിമിക്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്സിൽ ഈ പറയുന്ന മുകളിൽ ട്രെയിലർ ഓടിച്ചിട്ട് താഴെ നിങ്ങളുടെ റിയാക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് വൈഡർ ഓഡിയൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതൊരു നല്ല ടൂളാണ് ഈ പറയുന്ന പുതിയ തുടക്കക്കാർക്ക്. അതുപോലെ തന്നെ മൂവീസ് ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന ഇപ്പോൾ ഗെയിംസ് മ്യൂസിക് ആയാലും നിങ്ങൾക്ക് അങ്ങനെ റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന കുറച്ചൊരു വൈഡർ ഓഡിയൻസ് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങൾ ആൾക്കാരെ പൾസറിഞ്ഞ് കളിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന പൃഥ്വിരാജ് ഡയലോഗ് ആളറിഞ്ഞ് കളിക്കണം എന്ന് പറയില്ല, അതുപോലെ നാട്ടുകാരെ പൾസറിഞ്ഞ് കളിച്ചാൽ മാത്രമേ ഈ യൂട്യൂബിൽ കുറച്ച് വ്യൂസ് അധികം കിട്ടത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിപ്പം മുമ്പൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പെൻസിൽ ഫിറ്റ് പാൻറ്റൊക്കെ ട്രെൻഡിങ്ങിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ എല്ലാം ബാഗിങ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നെക്സ്റ്റ് ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ആ പെൻസിൽ ഫിറ്റ് പാൻറ്റിന് ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, ഇല്ലാന്നുണ്ടെങ്കിൽ സ്ലിം ഫിറ്റിന് ഇട്ടുകൊണ്ടിരുന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡിനൊത്ത് നമ്മൾ പോകത്തില്ല. അപ്പോൾ ട്രെൻഡ് ഒത്ത് ആ രീതിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് വ്യൂസ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന ചാനൽ റീച്ച് ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. മാക്സിമം നിങ്ങളിപ്പോൾ നിലവിലെ ട്രെൻഡ് നോക്കിയിട്ട് അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുക.